നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അതിന് ചെറിയൊരു ബുദ്ധി ഉപയോഗിച്ചാൽ മതി. അതെന്താ? നമ്മൾ വിചാരിച്ച വിശാലിൻ്റെ ആ പണം തിരിച്ചു മേടിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതിന് കഴിയണ ഒരാളുണ്ട്, ശരത്ത്. ശരത്തോ? അതെ, ആളിപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. തന്നെ ജയിലിലാക്കിയവരോട് അവൻ എന്തായാലും പ്രതികാരം ചെയ്യും. ആ പ്രതികാരത്തെ വിശാലിൻ്റെ നേർക്ക് തിരിച്ചു വിടണം. സിദ്ധാർത്ഥം വക്കീലല്ലേ ശരത്ത് അകത്താവാൻ കാരണം. സിദ്ധാർത്ഥൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താര നിരഞ്ജൻ സാർ. ശരത്തകത്തായ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടാൻ പോണവറ്റ നിരഞ്ജൻ സാറിന്. സുധി മരിച്ച കേസിന്റെ ഭാരത്ത് നിന്ന് നിരഞ്ജൻ സാർ അതോടെ രക്ഷപ്പെടും. അതൊക്കെ ഓക്കെ, പക്ഷെ വിശാലുമായിട്ട് ഇതെങ്ങനെ കണക്ട് ചെയ്യും? നിരഞ്ജൻ സാറിനും സിദ്ധാർത്ഥനും ഫണ്ട് ചെയ്യണത് വിശാലാണെന്ന് നമ്മൾ ശരത്തിനോട് അങ്ങോട്ട് പറയും. ആ ഫണ്ടിങ്ങിന്റെ കാശ് നമ്മളുടെ കാശാണെന്ന് അങ്ങോട്ട് പറയും. അപ്പൊ കണക്ഷനായില്ലേ? ആ കാശ് തിരിച്ചു മേടിച്ചു തന്ന ഒരു തുക തരാന്നും കൂടി പറയുമ്പം ശരത്ത് നമ്മുടെ ഭാഗത്തേക്ക് ഇങ്ങോട്ട് മാറും. അതൊക്കെ വേണോ സ്വാമി? ശരത്തല്ലേ ആള്? അവസാനം കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്നുള്ള അവസ്ഥയാവും. അങ്ങനെയൊന്നും വരില്ല സാറേ, ഞാനത് ശ്രദ്ധിച്ചോളാം. നിരഞ്ജൻ സാറിനോട് പ്രതികാരം ചെയ്യാനെത്തിയ ശരത്ത് വിശാലിനെ ആക്രമിച്ചു. അതങ്ങനെ വളച്ചങ്ങോട്ട് ഒടുക്കി. നമുക്ക് വേണ്ടത് പണല്ലേ, ആ പണം കിട്ടും. എനിക്കെന്നെ പണം തിരിച്ചു കിട്ടിയാൽ മതി. അതിനെന്ത് വഴി വേണമെങ്കിലും സ്വാമി നോക്കിക്കോളും. പക്ഷെ ഞാനിതിലൊന്നും ഇടപെടില്ല. ആ മതി, അത് മതി. ബാക്കി ഞാൻ നോക്കിക്കോളാം. മോന് ഇവിടെ വന്നിരിക്കായിരുന്നോ? വന്നേ, കുറച്ച് സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ജയിലിൽ നിന്ന് വന്നതല്ലേ? മുത്തശ്ശി, അതിന് ജയിൽ എനിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. ഒരു കൊച്ചു വിഐപി ആയിരുന്നില്ലേ ഞാൻ ജയിലില്. അത് ശരി. അപ്പോ മോനെ തല്ലിന്നൊക്കെ ദേവിക പറയുന്ന കേട്ടു. തല്ലാനോ? എന്നെയോ? എന്നെ എന്തിനും ചെയ്താലേ അവന്മാര് വിവരം അറിയും. എന്റെ സ്വാധീനത്തെ കുറിച്ച് അമ്മയ്ക്ക് എന്തറിയാം? ഞാനത് പുറത്തെടുക്കുന്നില്ലെന്നേ ഉള്ളൂ. വിനയത്തോട് ജീവിക്കാനാണ് അമ്മ എനിക്കിഷ്ടം. വിനയമുള്ളവനെ ജീവിതത്തിൽ വിജയം ഉണ്ടാവും. ആ പറഞ്ഞത് നേരെ മോനെ. മോനവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ലെന്നാണോ പറയുന്നേ? പുറത്താരോടും പറയണ്ട. ഞാൻ കിടന്നതേ സൂപ്രണ്ടിന്റെ മുറിയില്ല. ഞാൻ അവിടെ ചെന്ന ഉടനെ ജയിൽ വകുപ്പിന്ന് ഒരു മെസ്സേജോ എന്നെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ സൂപ്രണ്ട് വാർഡന്മാരൊക്കെ സാറേ സാറേ എന്ന് വിളിച്ചടക്കുമായിരുന്നു. 3 നേരം ചിക്കൻ ബിരിയാണിയാകുമ്പോൾ ഞാൻ കഴിച്ചത്. അവസാനം മടുത്തിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് കഞ്ഞി മതിയെന്ന്. കഞ്ഞിയാ മോനെ നല്ലത്, പ്രത്യേകിച്ചും ജയിലിലെ. ഞാൻ ആകെ പേടിച്ചിരിക്കായിരുന്നു. ചെന്ന് കേറുമ്പോ തന്നെ സെല്ലില് വെച്ച്, സൂപ്രണ്ടിന്റെ മുറിയിൽ വെച്ച്, ഇവിടെയൊക്കെ വെച്ച് നല്ലോണം തല്ലൂന്നാ ദേവിക പറഞ്ഞത്. അവർക്ക് ജയിലിനെ കുറിച്ച് എന്തറിയാം? അവള് മോനെ കാണാൻ അവിടെ വന്നിരുന്നു അല്ലേ? വന്നിരുന്നല്ലോ. ഞാൻ അപ്പോഴേ കസേരയിലിരുന്ന് പത്രം വായിക്കുമായിരുന്നു. നമ്മളൊട്ടും കുറയ്ക്കരുതല്ലോ. അതെ അതെ, എന്താന്നറിയില്ല, മോനിങ്ങനെ പറയുന്നത് കേട്ടപ്പോ ജയില് കാണാനൊരു കൊതി. അതിനുള്ള വഴി ഞാൻ അടുത്ത് തന്നെ ഉണ്ടാക്കി തരാം. അല്ല, ആ സിദ്ധുവും ദേവിക അകത്തു പോലോ, അവരെ കാണാൻ പോന്ന ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനൊരു തിരിച്ചടി അവൾക്ക് കൊടുക്കണം മോനെ. അല്ലെങ്കിലേ അത് മഹാനാണക്കേടാ. അമ്മ പേടിക്കണ്ടമ്മേ. എവരി ആക്ഷൻ there is an equal and opposite reaction. റിയാക്ഷൻ വന്നിരിക്കും. അതിന് ഒട്ടും വൈകില്ല.
മോൻ വന്നേ സൂപ്പ് തണുക്കും. വാ.